ഹലോ, എല്ലാവർക്കും ഈദ് മുബാറക്. എല്ലാവരും ഈദൊക്കെ അടിച്ച് പൊളിച്ചില്ലേ? എൻ്റെ ഒരു ഈദ് സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ സ്റ്റിയറിംഗ് ഒക്കെ കറക്കി തിരിച്ച് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നല്ലേ. നമ്മളൊരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റേക്കേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലറ ചില്ലറ സ്റ്റേക്കേഷൻ ഒന്നുമല്ല, നല്ല 5 സ്റ്റാർ ഹോട്ടൽ സ്റ്റേക്കേഷൻ ആയിരുന്നു. അത് മസ്കറ്റിൽ. വിധിയത് നമ്മൾ മസ്കറ്റിൽ പോയി. മസ്കറ്റിൽ ഒമാൻ അവന്യൂസ് മോളിൻ്റെ ഒക്കെ അടുത്തായിട്ടുള്ള മെർക്കുറെ ഹോട്ടലിലായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹോട്ടലിലെത്തി. നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. റീസണബിൾ പ്രൈസിന് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻ. പക്ഷേ നമ്മളെ ഡിസപ്പോയിൻറ്റ് ചെയ്യിപ്പിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് തന്നെ അറിയാം, ലൈക്ക് നമ്മൾ ഈ ഈദിൻ്റെ ടൈം എന്നൊക്കെ പറയുമ്പോൾ ഒരു ടൈറ്റ് സ്കെഡ്യൂളാണ് ഈ ബിസിനസ്സുകാർക്കൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ ഒന്ന് റിലാക്സ് ആവാനും റിലീഫ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോട്ടലിലേക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി ഒന്ന് രണ്ട് പ്രയോറിറ്റീസ് ഉണ്ടാവും. ഒന്ന്, കുട്ടികളൊക്കെ ഉള്ളവർക്ക് പ്രത്യേകിച്ചും ഒന്നാമത്തെ കാര്യം വരിക സ്വിമ്മിംഗ് പൂളായിരിക്കും. പിന്നൊന്ന് ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ഉണ്ട്. അപ്പോൾ നമ്മൾ അന്ന് രാത്രി അവിടെ എത്തി ചെക്ക് ഇൻ ചെയ്തു. പൂളിൻ്റെ അടുത്ത് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ക്ലോസ്ഡ് ആണ്, പിറ്റേന്ന് രാവിലെ 6 മണി മുതൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഓക്കെ ആയി. അങ്ങനെ അന്ന് നമ്മൾ നൈറ്റ് നേരെ അവന്യൂസ് മോളിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. അവിടെ കുറച്ച് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് റൂമിൽ വന്ന് പിറ്റേന്ന് രാവിലെ ഒരു 6:30 ആയപ്പോൾ ഞാൻ എണീറ്റ് എൻ്റെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അയൺ ചെയ്യലും പിന്നെ ഒരു കോഫി കുടിച്ചു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മളൊരു മീ ടൈം എൻജോയ് ചെയ്യില്ലേ, അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ചോട്ടൻ എണീപ്പിക്കലാണ്. കാരണം അവൻ എണീറ്റ് ഒന്ന് മൂഡ് സെറ്റായി വരണ്ടേ. കുട്ടികളുള്ളവർക്കറിയാം, നമ്മൾ കുട്ടികളെ മൂഡ് സെറ്റായിട്ടില്ലെങ്കിൽ നമ്മളെ ട്രിപ്പ് തന്നെ കോളായിരിക്കും. അപ്പോൾ ഓനെ പതിയെ എണീപ്പിച്ച് സ്വിമ്മിംഗ് പൂളിനെ പറ്റി പറഞ്ഞ് 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 കുറേ ആഗ്രഹങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് അവസാനം എന്ത് ചെയ്തു, അവനെ ഒന്ന് എനർജറ്റിക് ആക്കി കൊണ്ടുവന്ന് അവൻ എഴുന്നേറ്റ പാടന്നെ സ്വിം സ്യൂട്ട് ഇട്ട് തരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അങ്ങനെ സ്വിം സ്യൂട്ടൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. കാരണം 9:30 ആകുമ്പോഴത്തേക്ക് കിച്ചൺ ക്ലോസ് ആവും. അപ്പോൾ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. ഇല്ലെങ്കിൽ നമ്മൾ പൂളിൽ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 2 to 3 hours നമുക്ക് വേസ്റ്റ് ആവും. അത് നമ്മൾ ഡെഫ് അങ്ങനെ സ്പെൻഡ് ചെയ്യും. ഒരു 3 മണിക്കൂറൊക്കെ നമ്മൾ എന്തായാലും നിൽക്കുമല്ലോ. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കിച്ചൺ ക്ലോസ് ആവണ്ട വിചാരിച്ചിട്ട് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പറയുകയാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, ഒരു ആവറേജ് ഫുഡ്. ഒരു മോസ്റ്റ്ലി എന്നല്ല, ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. അതും ഒത്തിരി വെറൈറ്റീസ് ഒന്നുമില്ല. ഒരു 3-4 ബ്രെഡിൻ്റെ വെറൈറ്റീസ്, പിന്നെ കുറച്ച് സ്ക്രാമ്പിൾഡ് ബോയിൽഡ് പൊട്ടാറ്റോസ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ എന്താ നമ്മൾ നേരെ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് ഇവനെയും കൊണ്ട് നമ്മൾ പൂളിലേക്ക് പോയി. പൂളിലേക്ക് അവിടുന്ന് മുതലാണ് നമ്മളെ സ്റ്റോറി തുടങ്ങുന്നത്. പൂളിലെത്തിയപ്പോൾ അവിടെ ഉണ്ട് വലിയ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ട് പൂൾ ഈസ് അണ്ടർ മെയിൻ്റനൻസ്. നമ്മളാകെ ഷോക്കായിപ്പോയി. നമ്മൾ റിസപ്ഷനിൽ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ക്ലോസ് ആയിട്ടാണല്ലോ കാണുന്നത് എന്താന്ന്. അപ്പോൾ അവർ പറഞ്ഞു സോറി, 10:30 ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓപ്പൺ ആക്കി തരാം, പൂള് നമ്മൾ ക്ലീൻ ആക്കുകയാണ് എന്ന് പറഞ്ഞു.